ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുക. നമ്മുടെ കഴിഞ്ഞ വീക്കെൻഡിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പപ്സിൻ്റെ ഒരു ചെറിയ റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, എഗ് പപ്സിൻ്റെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ആദ്യമേ തയ്യാറാക്കുന്നത് മസാലയാണ്. പപ്സിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഇതിന് നല്ലത്. അപ്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് സവോള ഞാനൊരു 2 സവോളയോളം എടുക്കുന്നുണ്ട്. ഞാനൊരു 8 പപ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 സവോള മതിയായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ വീട്ടിൽ തന്നെ ചതച്ചുണ്ടാക്കുന്നതാണ് നല്ലത്. എന്നാലും അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം എനിക്ക് മടി കാരണം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അത് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. സവോള ഒരു നമുക്കിഷ്ടത്തിനനുസരിച്ച്, ചിലർക്ക് സവോള ചിലപ്പോൾ കടിക്കണം, മീൻസ് കടിച്ചാൽ കിട്ടണം, ചിലർക്ക് നന്നായിട്ട് കുഴഞ്ഞിരിക്കണം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് സവോള വഴറ്റിയെടുക്കുന്നത്. അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് പിന്നെ മസാല ചേർക്കുകയാണ്. എനിക്ക് ഈ ഒരു പരുവമാണ് ഇഷ്ടം. അപ്പം ആദ്യം തന്നെ മസാലയായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മോന് കൊടുക്കുമ്പോൾ ഞാൻ അധികം എരിവ് ചേർക്കില്ല. ഒരു ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ മസാലകളുടെ ഒക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ പിന്നെ ഒരു 2-3 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ എഗ് പപ്സ് ആണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ മുട്ടയാണെങ്കിൽ നമുക്കിത് മുഴുവനായിട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വലിയ മുട്ടയാണ്. അപ്പോൾ ഞാനത് 2ആയിട്ട് മുറിച്ച് വെക്കാണ്. ഞാനിതിന് മുന്നേ ഒരു ദിവസം പപ്സ് ഉണ്ടാക്കിയിട്ട് ബാക്കി ഒരു 2-3 ഷീറ്റ് മിച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യം യൂസ് ചെയ്യാണ്. പിന്നെ ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് സ്വിറ്റ്സിൻ്റെയാണ്. സ്വിറ്റ്സിൻ്റെത് ഇപ്പോഴാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അതിന് മുന്നേ ഈ അൽക്കബീറിൻ്റെ തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടും നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും തന്നെ ഇല്ല. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം അത് ഞാൻ ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുന്നേ ഷീറ്റ് എടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഒന്ന് മടങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെക്കണം. ഈ പപ്സ് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ പുറമേ എഗ്ഗ് ഒന്ന് ചെറുതായിട്ട് ഉടച്ചിട്ട് അതൊന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നന്നായിട്ട് പൊങ്ങി വരാനും അതുപോലെ ഒരു നല്ല ടേസ്റ്റ് കിട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പം അതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല 4 ഷീറ്റിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട അതിന് പുറമെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ ചിലരൊക്കെ മൈദ വെച്ചിട്ട് അടച്ചു കൊടുക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഷീറ്റ് തന്നെ, ഈ ഷീറ്റിൽ അല്പം വെള്ളം നനച്ചിട്ട്
ഞാൻ വെള്ളം വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. വെള്ളം വെച്ച് അത്യാവശ്യം നന്നായിട്ട് ഒട്ടിയിരിക്കും. അപ്പം ഞാനിതെല്ലാം 4 ഷീറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള മുട്ട അതിന് പുറമെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എയർ ഫ്രൈയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ഓവനിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ എയർ ഫ്രയറിനകത്താണ് ഉണ്ടാക്കുന്നത്. എയർ ഫ്രയറിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ്സ് മാക്സിമം പോയ ഒരു 12 മിനിറ്റ്സ് 30 മിനിറ്റ്സ് മതി. അതിനുള്ളിൽ തന്നെ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം ഞാൻ എയർ ഫ്രയറിനകത്തേക്ക് നമുക്ക് ഒരു സമയത്ത് 4 എണ്ണ മാക്സിമം വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേ സമയം തന്നെ ഞാൻ അടുത്ത ട്രിപ്പും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫില്ല് ചെയ്തിട്ട് അതും ഇതേപോലെ തന്നെ മസാലയൊക്കെ വെച്ച് മുട്ടയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പിനുള്ളതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചപ്പോഴത്തേനും ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല മോര് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. മാക്സിമം പോയ ഒരു 15 മിനിറ്റ്സേ വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേനും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത ട്രിപ്പ് കൂടെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ 2 ട്രിപ്പ് നമ്മൾ 2 സെറ്റും വെച്ചത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഞാൻ പിന്നെ കുറച്ച് കെച്ചപ്പ് കൂടെ എടുക്കുന്നുണ്ട്, ടൊമാറ്റോ കെച്ചപ്പ് കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരമാണല്ലോ, ഞാനങ്ങനെ പാൽ ചായ ഇട്ട് കുടിക്കൽ പതിവില്ല. കൂടുതലും പാൽപ്പൊടി കൊണ്ടിട്ടാണ് ചായ ഇടുന്നത്. അപ്പോൾ ചായക്കായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴൊന്നും ചായ ഉണ്ടാക്കി കുടിക്കൽ പതിവൊന്നുമല്ല. വല്ലപ്പോഴും ഇങ്ങനെ തോന്നുമ്പോൾ ഉണ്ടാക്കി കുടിക്കും, അത്രേ ഉള്ളൂ. അപ്പം ഇന്നിപ്പോൾ പപ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചായയൊക്കെ കൂടെ കുടിക്കാനായിട്ട് ഒരാഗ്രഹം. അപ്പോൾ പിന്നെ എന്നാലും ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതുകൂടെ ഉണ്ടാക്കുകയാണ്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചായക്ക് നമ്മൾ തിളപ്പിച്ചിട്ടൊക്കെയല്ലേ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഐക്യന്ന് വാങ്ങിച്ചിട്ടുള്ള ടീ ഇൻഫ്യൂസർ ഉണ്ട്, ബ്ലോഗിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്തേക്ക് ഞാൻ ചായപ്പൊടി ഇടും. എന്നിട്ട് നന്നായിട്ട് വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ട് ഗ്ലാസ്സിലൊഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ഈ ടീ ഇൻഫ്യൂസർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യൽ. എനിക്ക് തോന്നുന്നു നമ്മൾ തിളപ്പിച്ച് ഉണ്ടാക്കാനൊക്കെ നിന്ന് കുറേ പാത്രങ്ങൾ കഴുകാനും ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ചായ ഉണ്ടാക്കിയെടുക്കാമല്ലോ. പിന്നെ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ. എന്നിട്ട് പാൽപ്പൊടിയും പഞ്ചസാര ഇട്ടിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കോഫി മിക്സർ വെച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കും. ആദ്യമേ അതും 3 കൂടെ നന്നായിട്ട് പതപ്പിച്ചെടുക്കും. പിന്നെ അതിന് ശേഷം ബാക്കി വെള്ളം കൂടെ ഒഴിച്ചിട്ട് പിന്നെ അതിനകത്തേക്ക് ടീ ഇൻഫ്യൂസർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ആണ് ഞാൻ സാധാരണ ചെയ്യൽ.
സാധാരണ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് തോന്നുന്നു പാൽപ്പൊടി വെച്ചിട്ട് ചായ ഉണ്ടാക്കി കുടിക്കൽ. ബാക്കി ആരും അങ്ങനെ പാൽപ്പൊടി വെച്ചിട്ട് ചായ ഉണ്ടാക്കി കുടിക്കലൊന്നുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. അത് എപ്പോഴും ഇല്ല, വല്ലപ്പോഴും അങ്ങനെ തോന്നൽ തോന്നുമ്പോൾ മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കലുള്ളൂ. ഓരോ പ്രാവശ്യങ്ങളിലും നിങ്ങൾ പപ്സ് ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നല്ല എന്താ പറയുക, നമ്മൾ കടകൾ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈകുന്നേരം സ്ഥിരമുള്ള പരിപാടിയാണ് നമ്മൾ ആദ്യം ഇരുന്ന് പഠിപ്പിക്കൽ. അതുപോലെ പസിൽസും ഫ്രൂട്ട്സിൻ്റെയും നമ്പേഴ്സിൻ്റെയും ABCD ആൽഫബറ്റ്സിൻ്റെ ഒക്കെ പസിൽസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാ ദിവസവും ഒരു 1/4 മണിക്കൂറോളം നമ്മൾ അവനെ പഠിപ്പിക്കലുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ പസിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിരുന്ന് ചെയ്യിപ്പിക്കലാണ് പെണ്ണിലുള്ള പരിപാടി. ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസും അതുപോലെ ആനിമൽസിൻ്റെ ഒക്കെ പസിൽസ് ഉണ്ട്. ഞാനിത് മിക്കപ്പോഴും നമ്മുടെ ആൽഡ്രവനാക്കിൽ തന്നെയാണ് വാങ്ങിക്കുക. പിന്നെ നമ്മുടെ ആൽഡ്രവനാക്കിലാണ് കൂടുതൽ ഇത് കൂട്ട് പസിൽസൊക്കെ കിട്ടുക. ഓൾഡ് എയർപോർട്ടിൽ അങ്ങനെ വലുതായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ മിക്കപ്പോഴും അവിടെ പോയി വാങ്ങിയിട്ടാണ് കൊണ്ടുവരല്. പിന്നെ ഞാനിങ്ങനെ അവനെ കൊണ്ട് പസിൽ ചെയ്യിപ്പിച്ചിട്ട് അവസാനം ഞാൻ എല്ലാ സാധനങ്ങളും അവൻ്റെ കൈ വെച്ച് തന്നെ തൊടിയിപ്പിച്ച് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരിക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കുരിശ് വരച്ചു പ്രാർത്ഥിക്കാനിരിക്കുകയായിരുന്നു കേട്ടോ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അത് ആദ്യത്തിന് പ്രാർത്ഥിപ്പിക്കാനിരിക്കുന്നതാണ് ഈ കാണുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്തുതി കൊടുക്കലാണ്. എല്ലാവർക്കും കൂടെ സ്തുതി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ കാണിക്കുന്നത് മൊത്തം. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പയ്യനങ്ങനെ ഇരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. കിടക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു 10:45 ആയപ്പോൾ നമ്മുടെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാവരും കൂടെ കയറിയിരുന്നു. പിറ്റേന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ അവരാരും വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വല്ലാണ്ടങ്ങ് സർപ്രൈസ്ഡ് ആയിപ്പോയി. നല്ല ലേറ്റായിട്ടാണ് കയറി വന്നത്. ഞാൻ വല്ലാണ്ടങ്ങ് എന്താ പറയുക, വല്ലാണ്ടായിപ്പോയി. എന്നാലും ഒത്തിരി സന്തോഷമായി. അടിപൊളിയായിരുന്നു എല്ലാവരും കൂടെ വന്നിട്ട്. നന്നായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നന്നായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് അവർ എടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ.